എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2150 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അതിഥിയെ എത്തുന്നത് ജെയിംസ് പോൾ സാറാണ്. അദ്ദേഹം നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജെയിംസ് പോൾ സാറ് ഇന്ന് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കേസ് പ്രസന്റേഷൻ ആണ് പ്രധാനമായിട്ടും. അപ്പോ നല്ല നല്ല കേസുകൾ നമുക്ക് കേൾക്കാനും പഠിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മലയാളം സെഷൻ ആരംഭിക്കും. നന്ദി. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ആയ ജെയിംസ് പോൾ സാറിനെ കൂടാതെ ഡിസീസ് ഡയഗ്നോസിസിൽ അഗ്രഗണ്യെന്ന് വിശേഷിപ്പിക്കാവുന്ന ജെയിംസ് പോൾ സാറിനെ ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. സാറേ, നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ? കേൾക്കാം. ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് ഷിഗല്ല വയനാട്ടിൽ പടർന്നു പിടിക്കുന്നുണ്ട്. ഇപ്പം മുൻകാലങ്ങളിൽ എല്ലാ വൈറസ് രോഗങ്ങളും ഹോമിയോപ്പതിക്കാർക്കും ആയുർവേദക്കാർക്കുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 57 കൂടിയാണ് മോഡേൺ മെഡിസിൻ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു തുടങ്ങിയത്. ആദ്യം പെൻസിലേനിയം, പിന്നെ ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ, അങ്ങനെ പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് എന്നുള്ളതെല്ലാം. അപ്പോൾ ഈ വൈറൽ ഡിസീസിന് ഒരു പരിധിവരെ ചിലത് പ്രിവെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ വൈറസിനെതിരായിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഈ നേരത്തെ എല്ലാം ഈ ഹെപ്പറ്റൈറ്റിസ് എ, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, അങ്ങനെയുള്ളതെല്ലാം ആയുർവേദക്കാർക്കും ഹോമിയോപ്പതിക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മോഡേൺ മെഡിസിൻകാർ തന്നെ അത് മരുന്ന് കൊടുക്കുകയും ഐസൊലേറ്റ് ചെയ്യാതെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആന്റിബയോട്ടിക്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാനായിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നു. പിന്നെ പനിമരുന്നും കൊടുത്താണ് വിടുന്നത്. അപ്പം ഇതിന് ചെയ്യുന്നത് ഒത്തിരി പനികളുണ്ട്, പക്ഷിപ്പനി, പന്നിപ്പനിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. എന്താണ് അതിന് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പം അതിനിടയ്ക്ക് ഒരു കുട്ടി മരിച്ചു, 2 കുട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നതും കേൾക്കാം. പക്ഷേ ഞാനിത് പറയാൻ കാരണം 1970 ആലപ്പുഴയിൽ കോളറ പടർന്നു പിടിച്ചു. അത് നിയന്ത്രണ അതീതമാവുകയും ചെയ്തു. മോഡേൺ മെഡിസിനക്കാർക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ മെഡിസിനൊന്നും ഫലപ്രദമാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹോമിയോപ്പതിക്കാരെ ക്ഷണിക്കുകയും അന്ന് അവിടുത്തെ CMO ആയിട്ടിരുന്ന ഡോക്ടർ പ്രകാശം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് മരുന്ന് കൊടുത്തത്. അന്ന് കൊടുത്ത മരുന്ന് മറ്റൊന്നുമല്ല, കുറിച്ചിയായിരുന്നു. കുറിച്ചിയും കൊടുത്തു, വെറാട്രൻ ആൽബം 200 ഇതാണ് കൊടുത്തോണ്ടിരുന്നത്. പരിപൂർണമായിട്ട് ആ കോളറ നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ തന്നെ 1984 നെക്രോട്ടൈസിങ് ഗാസ്ട്രോ എൻട്രൈറ്റിസ് വൈപ്പിൻ പ്രദേശത്ത് പടർന്നു പിടിച്ചു. മരണം ഉണ്ടായി. ഇപ്പം പൂനെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ ഈ വിദഗ്ധർ വന്നു പരിശോധന നടത്തി. അവർ ചില മരുന്നുകൾ നിർദ്ദേശിച്ചു. പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല. അന്ന് DMO ആയിട്ടിരിക്കുന്ന ഡോക്ടർ കൊച്ചുകാത്രാണ്, അല്ല CMO ആയിട്ടിരിക്കുന്നത്, ജില്ലാ ആശുപത്രിയിൽ CMO ആയിട്ടിരിക്കുന്ന ഡോക്ടർ കൊച്ചുകാത്രായിരുന്നു. അദ്ദേഹത്തിനോട് കളക്ടർ വിളിച്ചു പറയുകയും അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയും പിന്നെ 1, 2, 3 ക്യാമ്പുകൾ പല സ്ഥലത്തായിട്ട് സംഘടിപ്പിക്കുകയും ഇദ്ദേഹം നേതൃത്വം കൊടുത്ത് അത് അമർ ചെയ്യാൻ സാധിച്ചു. അന്ന് പ്രധാനമായിട്ട് കൊടുത്തത് ആഴ്സാൽബവും പിന്നെ ചപ്പാരും ടിഞ്ചറുമായിരുന്നു കൊടുത്തത്. 1995 മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ ടൈഫോയിഡ് പടർന്നു പിടിച്ചു. അതും ഈ പറഞ്ഞ പോലെ നിയന്ത്രണാതീതമായി. അപ്പം DMO വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും പേർക്ക് പ്രിവെൻറ്റീവ് കൊടുക്കാൻ, ലക്ഷക്കണക്കിന് പ്രിവെൻറ്റീവ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്റ്റോക്കില്ല, ഓൾ ഇന്ത്യ ലെവലിൽ പോലും സ്റ്റോക്കില്ല. അങ്ങനെ കളക്ടർ ഒരു യോഗം വിളിച്ച്
3 ഡിപ്പാർട്ട്മെൻറ്റ്, ആയുർവേദം, ഹോമിയോ, മോഡേൺ മെഡിസിൻ എല്ലാവരും വിളിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പ്രിവെൻറ്റീവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആയുർവേദക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവെൻറ്റീവ് ഒന്നും. അപ്പം അന്നത്തെ DMO എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രിവെൻറ്റീവ് ഉണ്ട്, ഞങ്ങളത് ഏറ്റെടുക്കാം, പക്ഷേ ആൾ വേണം, ഫണ്ട് വേണം. അങ്ങനെ കളക്ടർ അത് അനുവദിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മട്ടാഞ്ചേരി, അന്ന് ഞാൻ എടക്കൊച്ചിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്. 5 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് ഇത് പ്രിവെൻറ്റീവ് കൊടുക്കാൻ സാധിച്ചു. അത് കൺട്രോൾ ചെയ്തു. അന്നത്തെ സൂപ്രണ്ടായിരുന്ന, അതായത് എറണാകുളം മഹാരാജ് ഹോസ്പിറ്റൽ സൂപ്രണ്ടായിരുന്നവർ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറയുകയും ചെയ്തു, ഹോമിയോപ്പതിക്കാരെ കൊണ്ട് ഇത് സാധിച്ചത് വലിയൊരു ഭാഗ്യമായി, എത്രയോ ജനങ്ങൾക്ക് അത് പ്രയോജനകരമായി, എത്രയോ പേര് രക്ഷപ്പെട്ടു. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഈ ഹിസ്റ്ററി എല്ലാം ഇപ്പം എല്ലാരും മറന്നുപോയല്ലോ. അത് തന്നെയാണ് പറയുന്നത്. അത് മനഃപൂർവ്വം മറന്നുപോയിട്ടുള്ളതല്ല, അത് മറവിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ആരും മറന്നിട്ടൊന്നുമില്ല. അതന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ പോലും ഹോമിയോപ്പതിക്കാരെ ക്ഷണിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ തയ്യാറാകുന്നില്ല സർക്കാർ തലത്തിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ കാരണം. അത് റെഗുലർ ആയിട്ട് അതിന് ഫോളോ അപ്പ് ഡിസ്കഷൻ വെക്കുകയാണെന്നുള്ളതാണ്. ഓരോ ഓരോ മെഡിക്കൽ എമർജൻസീസ് വരുമ്പോൾ റെഗുലറായിട്ട് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഹോമിയോപ്പതിയുടെ ഒരു ബുള്ളറ്റിൻ ഇറക്കവും, അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെമിനാറുകളോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളോ കണ്ടക്ട് ചെയ്ത് ഇത് എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പറഞ്ഞ മറവിയിലേക്ക് മാറ്റി വയ്ക്കും ഇവര്. വി ആർ അഗേൻസ്റ്റ് എ ഹ്യൂജ് ലോബി, സോ യു നീഡ് ടു വർക്ക് മോർ പ്രൊആക്റ്റീവ്ലി. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. പക്ഷെ അതിനെ ചില കേസുകൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കി ഹോമിയോപ്പതിയിലേക്ക് വരുന്നു. അതാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള രോഗങ്ങൾ പോയാലും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അതുപോലെ തന്നെ കൺജനിറ്റൽ ഡിഫോമിറ്റീസ്, പിന്നെ അക്വേർഡ് ആയിട്ടുള്ള ആണെങ്കിലും സ്ഥായിയായിട്ടുള്ള ചില ഡിസീസ്, സെർബൽ പാൾസി പോലുള്ള ഡിസീസ്, ക്യാൻസർ, ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്നുമില്ല. ഭാഗ്യമായിട്ടുള്ള ചികിത്സയുള്ളൂ. പക്ഷേ ഈ ഹോമിയോപ്പതിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കീമോതെറാപ്പിയും റേഡിയേഷനും കൊടുത്ത് നശിപ്പിക്കാതെ ഫ്രഷായിട്ട് ഹോമിയോപ്പതിക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുത്താൻ സാധിക്കും. ആ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാത്രമല്ല, ഇപ്പോൾ എനിക്ക് പിന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാൻസർ കേസ് കിട്ടുകയും അത് ഭേദപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു 4 കേസ് ഫ്രഷായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ 2 ലിവർ ക്യാൻസറാണ്, ഒന്ന് ഗ്യാസ്ട്രിക് ക്യാൻസറാണ്, മറ്റൊന്ന് മൾട്ടിപ്പിൾ മൈലോമയാണ്. ഇതും 4 ഫ്രഷാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കി ഹോമിയോപ്പതിക്കാരെ തേടി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ കാര്യത്തിലും ക്യാൻസറിൻ്റെ കാര്യത്തിലും പ്രത്യാശയുണ്ട്. പക്ഷേ നമ്മൾ വളരെ വിജിലായിരിക്കണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് കറക്റ്റ് റെമഡി കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ മാറും. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് മട്ടാഞ്ചേരിയിലെ മരുന്ന് ഏതായിരുന്നു സാറേ? അത് പറഞ്ഞില്ലല്ലോ. എന്തോ മട്ടാഞ്ചേരിയിലെ കൊടുത്ത മരുന്ന് ഏതായിരുന്നു പ്രിവെന്റീവ്? ബാപ്റ്റിഷ്യൻ ടൈഫോയിഡ് ആയിരുന്നല്ലോ അല്ലേ? ടൈഫോയിഡ് ആയിരുന്നല്ലോ. ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ആഴ്സാൽവായിരുന്നു, തേർഡ് വന്ന ജൽസീമിയായിരുന്നു. പക്ഷെ സെക്കൻഡാണ് ബാപ്റ്റീഷ്യ വന്നത്. പക്ഷെ ബാപ്റ്റീഷ്യയാണ് സെലക്ട് ചെയ്തത്. അതിന് കാരണമുണ്ട്. ഈ ആഴ്സാൽബ് ഒരിക്കലും ഈ പ്രിവെന്റീവ് ആയിട്ടോ ഫസ്റ്റ് സ്റ്റേജിലോ കൊടുക്കരുതെന്ന് എല്ലാ ബുക്കുകളിലും പറയുന്നുണ്ട്. ലിലിയൻ തോളിന്റെ ബുക്കിൽ, ജോർജ് റോയലിന്റെ ബുക്കിൽ, അതുപോലെ തന്നെ ബോറിക്കിന്റെ ബുക്കിൽ, കെന്റിന്റെ ലെക്ചറിൽ എല്ലാം ആഴ്സാൽബിക്ക് ഒരിക്കലും ടൈഫോയിഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കരുതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ച് ഞാൻ ബാപ്റ്റീഷ്യ കൊടുക്കാനുള്ളത്. ഇത് പറയാൻ കാരണം, ഈ ഞങ്ങൾ ഈ 5 ലക്ഷത്തോളം പേർക്ക് ഇത് കൊടുത്തതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അത് ഇച്ചിരി ദുഃഖകരമായ കാര്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 6 കുട്ടികൾ, അന്ന് MDക്ക് പഠിക്കുന്ന 6 കുട്ടികളോട് വന്നു. മട്ടാഞ്ചേരി
പോയി കേസ് പലതും കണ്ടു. പിന്നെ തോപ്പുംപടി താമസിച്ചുകൊണ്ട് അവർ റെപ്പർട്ടറൈസ് ചെയ്ത് ആഴ്സാൽബ് കണ്ടെത്തി. അങ്ങനെ ആഴ്സാൽബ് വീണ്ടും കൊടുക്കാനായിട്ട് തയ്യാറായി. ആ മുനിസിപ്പാലിറ്റിയുടെ ഒരു വിങ്ങുണ്ട്, കോർപ്പറേഷൻ്റെ ഒരു വിങ്ങുണ്ട് മട്ടാഞ്ചേരിയിലെ ഒരു ഓഫീസ്, മേഖല ഓഫീസ്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഫണ്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് സൗകര്യം തന്നാൽ മതി, ആളും തന്നാൽ മതി എന്ന് പറഞ്ഞ് 18 ചാക്ക് ആഴ്സാൽബ് നിറച്ച് വെച്ചു. 18 ചാക്ക്. ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് വന്ന് പറഞ്ഞു, സാറേ ഇങ്ങനൊരു സംഭവമുണ്ട്, അവിടെ ഇങ്ങനെ നിറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്സാൽബിൻ്റെ കുപ്പിയൊക്കെ കണ്ടു കഴിച്ച് എവിടെ നോക്കി, ഇത് ആഴ്സാൽബ് എന്ന് പറഞ്ഞ പോയിസൺ അല്ല, അവർ പോയിസൺ എന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഏതായാലും ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഴ്സാൽബ് കിട്ടിയതാണ് ഫസ്റ്റ്, ഇതിൻ്റെ കാരണം കൊണ്ട് കൊടുത്തില്ല, അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഓഫീസിൽ പറയാൻ ചെയ്ത്, ഞാനാണ് എൻ്റെ സ്പെഷ്യൽ ഓഫീസർ, കളക്ടർ എന്നെയാണ് നിയമിച്ചത്, അതുകൊണ്ട് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 18 ചാക്കും കത്തിച്ചു കളയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ ആയിട്ടുള്ളവരോട് ചോദിക്കത്തുമില്ല. ചോദിക്കണ്ടേ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും DMOടോ അതല്ലെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ, ഇന്ന ഒരു ആ സംഭവം, അത് ചോദിക്കാതെയാണ് ചെയ്തത്. അതാണ് ഹോമിയോപ്പതിക്കാരുടെ ആ ഒരു ഒത്തൊരുമയാണ് ആ കാണിക്കുന്നത്. അത് തന്നെ തന്നെ. കാണാമോ, ഒരു കൊച്ചാണ്, ആ കണ്ടല്ലോ. കാണാം. അപ്പൊ അതിന് പിന്നിലൊരു കഥയുണ്ട്. ഇതിന് 1.5 വയസ്സായപ്പോൾ ഫിറ്റ്സ് തുടങ്ങി. ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 12 മുതൽ 16 വരെ ഫിറ്റ്സ് ഡെയിലി. അങ്ങനെ ഇവര് കോയമ്പത്തൂരാണ്, മലയാളീസ് ആണ്, പക്ഷെ അവിടെ സെറ്റിലാണ്, രണ്ടുപേരും IT മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ 2 ആഴ്ച മരുന്ന് കൊടുത്തോണ്ട് കുറവ് കാണാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജുകാർ ഏതാണ്ട് 2 മാസത്തോളം മരുന്ന് കൊടുത്തു, കുറവില്ല. അങ്ങനെ അവർ നേരെ അമൃതയിലേക്ക് റെഫർ ചെയ്തു. പറയാൻ കാരണം ഇതാണ്, അമേരിക്കയിൽ നിന്നൊക്കെ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ വരുന്ന ഇടമാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവുക. അങ്ങനെ റെഫറൻസ് ലെറ്റർ കൊടുത്തു വിടുവാണ്. ഇപ്പോൾ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ 2 വർഷത്തോളം ചികിത്സിച്ച് കുട്ടിക്ക് യാതൊരു കുറവുമില്ല. ഫിറ്റ്സിന് അതിൻ്റെ ശക്തി കുറവുണ്ടെന്ന് മാത്രം, പക്ഷേ നമ്പറിന് കുറവൊന്നുമില്ല. അങ്ങനെ 3.5 വയസ്സായി കഴിയുമ്പോൾ 2 അപ്പൂപ്പന്മാർ കൂടെ വന്നു. അവരൊന്ന് ഡോക്ടറെ കൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണ്, കൊച്ചിന് കുറവൊന്നുമില്ല, അത് മാത്രമല്ല 3.5 വയസ്സായെങ്കിലും അതിന് മാത്രമുള്ള ബുദ്ധിവികാസമൊന്നുമില്ല. അപ്പം സങ്കടാവസ്ഥയാണ്. അയ്യോ, നിങ്ങൾക്ക് കേസ് അറിയില്ലേ? ഞങ്ങൾക്കറിയില്ല. കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടുകൊണ്ടേ ഏറ്റവും വലിയ ആശുപത്രി കൊണ്ട് കാണിച്ചു. അവർ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടു. അവർ ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഇപ്പം 2 വർഷമായിട്ട് കൊടുത്ത ചികിത്സ. നിങ്ങളും ഒന്നും പറഞ്ഞില്ല, അവരും ഒന്നും പറഞ്ഞില്ല. അത് ശരി, ഇതൊരു അപൂർവ രോഗമാണ്, ട്യൂബറസ് സ്ക്ലീറോസിസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് തലയിൽ 33 ഇങ്ങനെ കുരുക്കളുണ്ട്, ചെറിയ ചെറിയ ട്യൂമേഴ്സ്. അതിൻ്റെ പ്രഷർ കൊണ്ടാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണമൊക്കെ ആയിരുന്നു കുറച്ച് ബ്രെയിൻ ഡാമേജ് വരുള്ളൂ, അതങ്ങ് എടുത്തു കളയാൻ സാർക്ക്. ഇത് സർജറിക്ക് വിധേയമാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഇതിപ്പോൾ 3.5 വയസ്സുള്ള കൊച്ച് ഇത്രയും കാലം ജീവിച്ചിരുന്ന തന്നെ ദൈവഭാഗ്യം എന്ന് പറയും. അങ്ങനെ ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും പുറത്തോട്ട് വരുന്നത് കണ്ണുനീരോട് കൂടി കരഞ്ഞുണ്ടായിരുന്നത്. അപ്പം അവിടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കുറേ അധികം പേരുണ്ട്. അത് ഒരാൾ എന്താ മോനെ കാര്യം, ഇന്നാണ് അവർ കൈവിട്ട പോലെയാണ് സംസാരിക്കുന്നത്. അപ്പം കുറച്ചങ്ങോട്ട് നീങ്ങി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ഇതിന് പ്രതിവിധി ഉണ്ടാവും, നിങ്ങൾ സങ്കടപ്പെടണ്ട. അപ്പോൾ പറഞ്ഞ്, ഈ പഴയ ആയുർവേദ വൈദ്യന്മാർ, പ്രത്യേകിച്ച് ബാലചികിത്സ ചെയ്യുന്ന അവരെ തേടി കണ്ടുപോയി. അപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ കോയമ്പത്തൂരാണ് ജനിച്ചു കൊള്ളുന്നത്, ഇപ്പോൾ അവിടെ സെറ്റിൽഡാണ്, ഇവിടെ ആരും അറിയില്ല, നിങ്ങൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അവിടെ എത്തുകയാണ്. അപ്പോൾ ഇത് കേട്ടെന്ന് വേറെ ആൾ പറഞ്ഞ്, ഇങ്ങനെ ഹോമിയോപ്പതിക്കാരൻ ഒരാളെ എനിക്കറിയാം, ആരൂരൊരു ഡോക്ടറുണ്ട്, പ്രായമുള്ള ആളാണ്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്ക്. അത് ഞാനിപ്പോൾ ഇവിടെ കാണാതിരിക്കുന്നത് ഇതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പോകാനിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ്. ഏതായാലും അവർ തേടി പിടിച്ച് ഇവിടെ എത്തി. 6-7 മാസം കൊണ്ട് കൊച്ചിൻ്റെ ഫിറ്റ്സ് കുറഞ്ഞു, പൂർണ്ണമായിട്ടും ഫിറ്റ്സ് കുറഞ്ഞു. ഇപ്പം ആ കൊച്ചിന് 7 വയസ്സുണ്ട്. 7 വയസ്സുണ്ട്, ഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവുണ്ട്. അതിനിപ്പോൾ സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇത് കൊടുത്തത് ആർട്ടിമേസിയ വൾഗാരിസ്.
ടിഞ്ചർ അല്ല കൊടുത്തത്, 3x ആണ് കൊടുത്തത്. അപ്പോൾ ആദ്യമൊന്നും അവരുടെ ആ മെഡിസിൻ വളരെ ശക്തമായ മെഡിസിൻസ് ആയിരുന്നു. അഡൽട്ട് ഡോസാണ് ഈ കുഞ്ഞിന് കൊടുത്തോണ്ടിരുന്നത്. കുഞ്ഞ് വീണ് പോവുകയായിരുന്നു. അപ്പോൾ അത് 3 നേരം ഉള്ളത് 2 നേക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. റിലീഫ് കിട്ടുന്നതനുസരിച്ച് അത് 1 നേരമാക്കി, ബെഡ് ടൈം മാത്രമാക്കി. അങ്ങനെ പുരോഗതി അനുസരിച്ച് 3-4 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് വിഡ്രോ ചെയ്തു, ടേപ്പർ ചെയ്ത് വിഡ്രോ ചെയ്തു. 7 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഫിറ്റ്സ് കംപ്ലീറ്റ് നിന്നു. അതിന് സെക്കൻഡായിട്ട് സെലക്ട് ചെയ്തത് സ്ട്രമോണിയം. അതിന് കാരണം കുട്ടി ഒരു ഭയം ഇങ്ങനെ കാണിച്ചു തുടങ്ങി, ഒരു അകാരണമായ ഭയം. മാത്രമല്ല ഇരുട്ടത്തിരിക്കാൻ പേടി, ആളില്ലാത്ത സ്ഥലത്ത് പേടി. അപ്പം ആളും വെളിച്ചവും വേണമെന്നുള്ള ഒരു മാനസികാവസ്ഥ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് സ്ട്രമോണിയം. ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കുമ്പോഴും പ്ലംബം അയോഡം 31 ഡോസ് HS കൊടുത്തോണ്ടിരുന്നു. അതിലാണ് ട്യൂബർക്കൾസ് എല്ലാം ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെ അങ്ങോട്ട് കംപ്ലീറ്റ് പോയി. ഇപ്പം അത് കഴിഞ്ഞ് 200 വൺസ് ഇൻ എ വീക്ക്, അതായത് 1 ഫോർട്ട്നൈറ്റിൽ കൊടുത്തു. ഇപ്പം 2 നിൽക്കുകയാണ്. കൊച്ചിന് 7 വയസ്സുണ്ട്. വലിയ ഒരു പ്രശ്നങ്ങളുമില്ല, ബുദ്ധിമാന്യം മാത്രമുണ്ട്. അങ്ങനെ ഈ ഓട്ടിസം പോലുള്ള ബുദ്ധിമാന്യമൊന്നുമില്ല, ഇച്ചിരി പിടിവാശിയും ഒക്കെ ഉള്ളൂ. അത് ബിഹേവിയർ തെറാപ്പി നടക്കുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി നടക്കുന്നുണ്ട്. സ്പീച്ചിന് കുറച്ച് കുഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അതാണ് ഒരു കേസ്. അപ്പം ഇതേപോലെ ഒരു കുടുംബം മുഴുവൻ കരഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. മറ്റൊന്നുമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജറി ഹെഡായിരുന്ന ഡോക്ടർ ജോജി മാളിയത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കുട്ടി, അത് കഞ്ചനൈറ്റൽ കൊറോഡൈറ്റിസ് വിത്ത് എഫ്യൂഷൻ, അതായിരുന്നു സംഭവം. അപ്പം ഞങ്ങൾ JC വെച്ചാണ് ഈ കൊച്ചിൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടിയെ ടൗണിൽ വെച്ച് കാണുമ്പോൾ കറുപ്പ് കണ്ണാടി, ഭയങ്കര ഡാർക്കായിട്ട് കറുപ്പാണ്, ഒരു വെളിച്ചം ഒരു വിധത്തിലും കയറാത്ത വിധത്തിലുള്ള കണ്ണാടി വെച്ചിരിക്കുന്നത്. കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും ഇങ്ങനെ ഫിലിം പൊതിഞ്ഞിട്ടുള്ള, അന്നൊക്കെ ഡാർക്ക് ഫിലിം ഉപയോഗിക്കാമായിരുന്നു കാരണം ഇന്നത് അനുവദനീയമില്ല. 30% മാത്രം ഒപ്പാസിറ്റി ഉള്ളത് മാത്രമേ ഇന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അന്ന് അതല്ല, ഡാർക്ക് ഫിലിം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഡാർക്ക് ഫിലിം പതിച്ച കാറിലാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്, കറുപ്പ് കണ്ണാടിയും വെച്ചുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് ഇദ്ദേഹം വന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, അത് ഞങ്ങൾ അരവിന്ദിൽ പോയി വന്നതാണ്. അന്ന് അരവിന്ദാണ് ഏറ്റവും വലിയ കണ്ണാശുപത്രി, ഞങ്ങളവിടെ പോയതാണ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവം മാറി, സങ്കടാവസ്ഥയിൽ. അങ്ങനെ ഞാനും ഒരു കൂട്ടുകാരനും കൂടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും ശ്മശാനമോചന ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സാകുമ്പോൾ കണ്ണ് പോകുമെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയില്ല, നമ്മളിപ്പോൾ സ്റ്റീറോയിഡ് കൊടുത്തുകൊണ്ടിരുന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നുള്ളതല്ലാതെ അത് ശാശ്വത പരിഹാരമല്ല. ഏതാണ്ട് 18 വയസ്സാകുമ്പോൾ കൊച്ചിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനാണ് സാധ്യത. അപ്പം അങ്ങനെ അവർ തിരിച്ചു പോരുന്നു. അതാണ് ശ്മശാന മൂകതയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അച്ഛനും അമ്മയും കൂട്ടത്തിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ചെയ്യും? നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാനും ട്രൈ ചെയ്യാൻ. അതിന് ഞാൻ ഫസ്റ്റ് കൊടുത്തത് പ്രോണസ് സ്പൈനോസ. അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. വെളിച്ചം എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ഇടിമിന്നൽ കയറുന്ന പോലെയാണ് വെളിച്ചം കയറിപ്പോകുന്നത്, അത്ര സെൻസിറ്റീവാണ്. ആ പ്രോണസ് സ്പൈനോസ കൊടുത്തു. 2.5 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് കറുപ്പ് കണ്ണാടി എടുക്കാൻ പറ്റി. കറുപ്പ് കണ്ണാടി എടുത്ത് കൊച്ചു തന്നെ സ്വയം എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവർക്കും. സെക്കൻഡ് സെലക്ട് ചെയ്ത് നെക്സോമി ഗിയർ. അത് ഈ പറഞ്ഞ പോലെ 200 തുടങ്ങി 1 2 CM പൊട്ടൻഷ്യൽ. അതെ സാറേ, അത് അതിന്റെ ഡയഗ്നോസിസ് എന്തുവായിരുന്നു? കൊറോഡൈറ്റിസ് വിത്ത് എഫ്യൂഷൻ, കഞ്ചനിറ്റൽ കൊറോഡൈറ്റിസ് വിത്ത് എഫ്യൂഷൻ. അപ്പൊ അതിന് വെളിച്ചത്ത് നോക്കാൻ പറ്റൂലായിരുന്നു ആ കുട്ടിക്ക്, അല്ലേ? ആ, അപ്പൊ നമ്മുടെ മെഡിസിൻ പ്രോണസ് സ്പൈനോസ. അതേത് പൊട്ടൻസിയാ പ്രൂണസ്? എല്ലാ പ്രൂണസ് ഏത് പൊട്ടൻസിയാ സാർ? കേട്ടില്ല. പ്രൂണസ് ഏത് പൊട്ടൻസിയാ?
200. അപ്പൊ അത് നമ്മൾ പൊട്ടൻസി സെലക്ട് ചെയ്യുന്ന അക്കോർഡിംഗ് ടു സെൻസിറ്റിവിറ്റി ഓഫ് ദ പേഷ്യന്റ് ആണ്. ഇപ്പൊ ഞാൻ 200 കൊടുത്തുകൊണ്ട് നിങ്ങൾ 200 ചിലപ്പോൾ ശരിയായിരുന്നു, ചിലപ്പോൾ 30 കൊടുക്കും. ആ പേഷ്യന്റിന്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചല്ലേ അത് പറയാൻ കാരണം. എൻ്റെ ഒരു ഇന്ത്യനിയുടെ വൈഫ് ടിപ്പിക്കൽ ഫോസ്ഫറസ് ആണ്, 2 വരെ പ്രൂവിങ് ആണ്. 30 തൊടാനേ പറ്റില്ല, 2 വരെ കൊടുത്താലും പ്രൂവിങ് ആണ്. അവർ 50 m ആൻഡ് എബവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ. അപ്പൊ നമ്മള് നെക്സോമിക്ക് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലായിരിക്കും അല്ലേ? അതെ. പിന്നെ ഒരു ഓട്ടോമ്യൂൺ പിന്നെ ഞാൻ കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. അത് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫിന്റെ ബന്ധുവാണ്. അപ്പൊ അവിടെ വരുന്ന ക്യൂറൊക്കെ കണ്ടിട്ടായിരിക്കും ഇയാൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ മനുഷ്യൻ വലിയങ്ങാടിയിലെ ചുമട്ടുകാരനാണ്. അല്പം മദ്യപാനമുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, വല്ലപ്പോഴും പിന്നെ ഇങ്ങനെ പുകല മുറുക്കും, എല്ലാ കുരുത്തക്കേടും ഉണ്ട്. അപ്പം ഡയഗ്നോസ് ചെയ്തത് CS ചുമക്കാണ്. അപ്പം ഇദ്ദേഹത്തോട് പറഞ്ഞില്ല ഇന്നതാണ് ഗുരുതരമാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരാം, ഓപ്പറേഷനാണ് അവർ പറഞ്ഞത്, ഗ്യാസ്ട്രോക്ടമി. പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് ഇയാൾ എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. പറഞ്ഞു ഇങ്ങനെ ഒരു കേസുണ്ട്, ചേട്ടനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പറ്റിയൊക്കെ ഉണ്ട്, ആളിങ്ങനെയൊക്കെയാണ്. അതിപ്പം ഒരു അൾസറാന്ന് പറയുക, ഇന്നതാണെന്ന് പറയണ്ട, ഒരു അൾസറുണ്ട്. അൾസർ ഉണങ്ങി കഠിനമായിട്ടുള്ള പഥ്യം എടുക്കണം, അത് സാധിക്കുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ചെന്ന് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് അൾസർ ഉണങ്ങണമെങ്കിൽ ഒരു 3-4 മാസം കുറഞ്ഞത് നമ്മൾ ഇതെല്ലാം അകറ്റി നിർത്തണം. അപ്പം അധികം എരിവില്ലാത്ത അച്ചാർ അങ്ങനെയുള്ള സാധനം എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം കഴിച്ചോളാം. പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല, പണിയെടുക്കാനും പറ്റില്ല, 3-4 മാസത്തേക്ക് പണിയെടുക്കാനും പറ്റില്ല. ഏതായാലും മനസ്സോടെ സമ്മതിച്ചു. അപ്പൊ ഇദ്ദേഹം ചുമട്ടുപണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫൈറ്റിസിന്റെ ഒരു പ്രത്യേകതയാണ്, മിക്കവാറും മെന്റൽ ജോബിനേക്കാൾ പലരും പ്രിഫർ ചെയ്യുന്നത് മാനുവൽ ലേബേഴ്സാണ്, മിക്കവാറും ലേബേഴ്സായി. ഒന്ന് അത് കാരണം. രണ്ടാമത്തത് ഇയാളുടെ ഒരു പ്രത്യേകത, ചൂട് ചായ, ലൈറ്റ് ചായയാണ് ഇയാൾ കുടിക്കുന്ന പെയിൻ വരുമ്പോൾ, ലൈറ്റ് ചായ. അപ്പൊ ഗ്രാഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ചൂട് പാൽ അമൽട്രേഷനാണ് സ്റ്റൊമക് പെയിൻ. അതുകൊണ്ട് തന്നെയാണ് ഗ്രാഫൈറ്റ് 0/3 തുടങ്ങിയത്. അത് തന്നെ അയാളുടെ ടിപ്പിക്കൽ തന്നെയാണ് ഗ്രാഫൈറ്റിസ്. അതിലൊക്കെ കംപ്ലീറ്റ് സുഖം കിട്ടി. 8 മാസം കഴിഞ്ഞപ്പോൾ പണിക്ക് പോയി തുടങ്ങി. പക്ഷെ പഥ്യം പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു, അത് പഥ്യം പാലിച്ചു. 2 വർഷത്തോളം അയാളുടെ എൻ്റെ ഒബ്സർവേഷനായിരുന്നു. അയാൾ സ്റ്റിൽ അയാൾ അലൈവാണ്. പിന്നെ ഫ്രഷ് ആയിട്ട് ഒരു കേസ് കിട്ടുന്നത് വൈക്കത്ത് എന്നുള്ളൊരു കേസാണ്. ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം അതിങ്ങനെ ആരോ അറിഞ്ഞു വന്നതാണ്. ഇയാളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നു. ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് 62 വയസ്സുണ്ട്. അയാൾക്ക് ഒരു റോഡൻ്റ് അൾസറായിട്ടാണ് തുടങ്ങിയത് ഈസോഫാഗസ്. അത് പിന്നെ അത് ക്യാൻസറസ് ആയിട്ട് ചേഞ്ച് ചെയ്തത്. ഒരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന വൈക്കംകാരനായതുകൊണ്ട് എനിക്ക് നേരിട്ടറിയാം. അപ്പൊ ആദ്യം അയാളെ പരിചയപ്പെടുന്നത് ഈ ജാനുവരി 26 ഒരു ഓട്ടമുണ്ട്, 14 കിലോമീറ്റർ ഓട്ടം. അതായത് വെച്ചൂര് നിന്ന് വൈക്കം മുനിസിപ്പാലിറ്റി വരെ ആണ് ഓട്ടം, 14 കിലോമീറ്റർ ഓട്ടം. അപ്പൊ ഇയാൾ പണിക്ക് പോകാനായിട്ട് പിന്നെ ഒരു വിനിയനും ഒരു ലുങ്കിയും ഒരു തോർത്തും കയ്യിലൊരു ചോറ്റുപാത്രമൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ എന്താണ് ആൾ കൂടി നിൽക്കുന്നത്? ഇത് ഓട്ടമാണ്. എന്തോട്ടം? അത് കൂട്ടയോട്ടമാണ്.
പക്ഷെ വിജയിക്കുന്നവർക്ക് 1,100 രൂപ കിട്ടും. 1,100. അപ്പൊ എനിക്ക് ഓടാമല്ലോ. അതിന് ഷൂ ഒക്കെ ഉണ്ട്. ഷൂ ഒന്നും വേണ്ട, ഞാൻ ഓടിക്കളാം. അപ്പൊ ഇയാൾക്ക് ഈ ചെസ്റ്റ് നമ്പർ കൊടുത്ത് ബനിയത്തെ കുത്തി കൊടുത്ത് അയാള് പിന്നെ മുണ്ടെല്ലാം വലിച്ചു കെട്ടി തോർത്തും അരിക്ക് കെട്ടി റെഡിയായിട്ട് നിന്നു. വിസിലൂതി ഇയാൾ ഓടി. ഏതാണ്ട് ടാർജറ്റിൽ ഇയാൾ എത്തി 5 മിനിറ്റ് കഴിയുമ്പോഴാണ് പരിശീലനമുള്ള ഒരു ഷൂ ഒക്കെ ഇട്ട് ഓടി വരുന്നത്. അപ്പം എല്ലാവരും ഇയാളുടെ പ്രത്യേക നേട്ടവും ശരീരക്ഷമത എല്ലാം കണ്ട് എല്ലാവരും അഭിനന്ദിച്ചു. അതിൽ ഒരാള് പറഞ്ഞ ഈ സ്പോർട്സിൽ താല്പര്യമുള്ള ആള് ഒരു ദിവസം ഇയാളെ വിളിച്ചിട്ടുണ്ട് ജില്ലാ സ്പോർട്സ് ഓഫീസർ കൊണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു, ഇന്ന പോലെയാണ് ഒരു സംഭവം, ഇയാളെയൊക്കെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക്സ് മെഡൽ നമുക്ക് കിട്ടും. കാരണം അത്രയും സ്റ്റാമിനാണ്. കാരണം ഇത് 5 മിനിറ്റ് മുമ്പ് ഓടി അവിടെ എത്തിയെന്ന് മാത്രമല്ല, അയാൾ ചോദിച്ചു ഇനി അങ്ങോട്ട് ഓടണമെന്നാണ് ചോദിച്ചു. തിരിച്ചോടണമെന്ന് കാശ് കിട്ടും. കാരണം അത്രയും സ്റ്റാമിന ഉള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ നല്ല പരിശീലനവും നല്ല ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെഡൽ നമുക്ക്. പക്ഷേ ആൾക്കത് ചാൻസ് ഒന്നും കിട്ടിയില്ല. അതിന് പല പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്, അവരെ പറഞ്ഞു വിടുകയുണ്ട്. അപ്പൊ ഇത് എനിക്ക് നേരത്തെ അറിയാം. പിന്നെ ഒരു ദിവസം ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് പണിയില്ലാതെ തിരിച്ചു വരികയാണ്. പണിയില്ലാതെ വരുന്ന അവിടെ സമരമാണ്. തിരിച്ചു വന്ന് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ലോഡ് ഇഷ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഇഷ്ടി മുഴുവൻ പേർക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചു. തിരിച്ച് നന്നായിട്ട് അടുക്കി വെച്ചു. ഇപ്പുറത്തെ മാറ്റി വെച്ചിട്ട് തിരിച്ച് നന്നായിട്ട് അടുക്കി വെച്ചിട്ട് അയാൾ റെഡിയായിട്ട് പോകുക. അപ്പോൾ ചോദിച്ചാൽ ഒരു ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്താലേ പറ്റുള്ളൂ. ഈ മനുഷ്യനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഇയാൾ നേരത്തെ തന്നെ വർക്ക് വിളിക്കാണ്, ഒരു ടിപ്പിക്കൽ റെസ്റ്റോക്സ് ആണ്. പിന്നെ അന്ന് അയാൾക്കുള്ള ഒരു സിംറ്റം ഇങ്ങനെ ഓരോ ഹാർട്ട് ബീറ്റിനും ഒരു ചെറിയ പെയിൻ, ഇങ്ങനെ ചെറിയ പെയിൻ ഉണ്ടാവും. ഓരോ ബീറ്റിനും ഓരോ ചെറിയ പെയിൻ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പെയിൻ ബാക്കിലേക്ക് റെഫർ ചെയ്യും. ഇത് ടിപ്പിക്കൽ റെസ്റ്റോക്സ് ആണ്. റെസ്റ്റോക്സിന് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്. വെൻ സോളയിങ് പെയിൻ റെഫർ ടു ബാക്ക്. ഏതാണ്ട് ഒരു 8th 9th വെർട്ടിബ്ര ആ ലെവലിലേക്കാണ് പെയിൻ പോകുന്നത്. അത് മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാം. അതായത് ട്രാക്യോ ഈസോഫാഗൽ കണക്ഷൻ, അതിനും ഉപയോഗിക്കാം. ഏതായാലും ഞാൻ ഇയാൾക്ക് റെസ്റ്റോക്സ് ആണ് കൊടുത്തത്. ലോവർ പൊട്ടൻഷ്യലിലാണ് തുടങ്ങിയത്, അതിൽ തന്നെ അവസാനിച്ചു. അയാൾ സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. പിന്നെ ഒരു ക്രോണിക് എക്സിമ. ക്രോണിക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴാണ് പൊട്ടി വലിച്ച നാശപൂശം. അപ്പോൾ ആദ്യമൊക്കെ മോഡേൺ മെഡിസിനാണ് ചികിത്സ കൊണ്ടിരുന്നത്. പിന്നീട് അത് ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഈ പെട്രോളിയം ആയിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പേഷ്യൻറ്റിൻ്റെ വായിൽ നിന്നും കേട്ടു. പിന്നെ ഏകദേശം ഞാൻ അങ്ങനെ ഊഹിക്കുകയായിരുന്നു പെട്രോളിയം ആയിരിക്കണം. കാരണം ഏതാണ്ട് ആ മഞ്ഞുകാലത്താണല്ലോ ഇത് പൊട്ടി വഷളാകുന്നത്. ഓ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ട ഇതാ വരാൻ പറ്റിയല്ല. പത്തര കഴിയണം. എക്സ്ക്യൂസ് മീ, ഒരു പേഷ്യന്റ് വന്നു. ഏതായാലും ആ കേസ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഇയാൾക്ക് ശരിക്കും വിന്റർ തുടങ്ങുന്നതിന് മുമ്പാണ് ചെറിയ ചെറിയ കുരുക്കളുണ്ട്. അതങ്ങനെ നിന്നത് വഷളാകുന്നതാണ് നവംബർ ഡിസംബർ ആകുമ്പോൾ. ഞാൻ ഇയാൾക്ക് സെലക്ട് ചെയ്തത് ആലൂസാണ്. അതിന് പറ്റിയ മെന്റൽ സിംറ്റവും അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ ഒരു വീരിനെസ്, അത് സ്ഥായിയായിട്ടുണ്ടായാൽ ഒരു വീരിനെസ്, അതേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. സാധാരണ നിങ്ങൾ ഈ പൈൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നീ ഉരുകൂട്ടി നിൽക്കുകയാണോ ചോദിക്കില്ല, അത് ആലോസിന്റെ സിംറ്റം തന്നെയാണ്. ഇതേ സിംറ്റം ഇയാൾക്കുണ്ട്. അത്
അൺസാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല ഒരു വീരിനെസ് എന്നുള്ളത് സ്ഥായിയായ ഭാവമാണ് ഇയാളുടെ. മാത്രമല്ല മെന്റൽ ആൻഡ് ഫിസിക്കൽ ഒരു വർക്കിനോടുള്ള ഒരു അവേർഷൻ, ഇതെല്ലാം ആലോസിനുള്ളതാണ്. അങ്ങനെയാണ് ആലോസ് സെലക്ട് ചെയ്ത് ആലോസ് 2 ഒറ്റ ഡോസ്. അത് പതുക്കെ ഒരു ഡിസംബറിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അത് ആ ഡിസംബർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന് ഉണക്കം വെച്ച് ഉണങ്ങി. വേറെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അടുത്ത ഒരു ജൂൺ ജൂലൈ സമയത്ത് വീണ്ടും വരണം. നെക്സ്റ്റ് ജൂൺ ജൂലൈ എൻ്റെ അടുത്ത് വരുന്നു. ഞാൻ ആലോസ് തന്നെ 2 ഒരു ഡോസ് കൂടെ കൊടുക്കുന്നു. പിന്നെ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരു ക്രോണിക് എക്സിമ, അത് ഒരു ഡോക്ടറുടെ ഹസ്ബൻഡാണ്. അയാളുടെ വോയിസ് കണ്ട് ടെസ്റ്റിമോണി ഉണ്ട് കാണിക്കാൻ. അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ 10-20 വർഷമായിട്ടുള്ള ഒരു എക്സിമയാണ് കാലിൽ. അപ്പം വൈഫും ഹോമിയോ ഡോക്ടറാണ്. ഇങ്ങനെ പ്രശ്നം പറഞ്ഞു. അപ്പം ഏകദേശം ഇദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാം, മട്ടാഞ്ചേരിയിൽ നിന്നാണ്. അപ്പം ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ചെയ്ത് ഇരിക്കുന്നതാണ്, മറ്റേ ഡോക്ടർക്ക് പ്രാക്ടീസ്. ഒറ്റ ചോദ്യം, അതായത് സെൽഫ് മെയ്ഡ് ആണോ? അദ്ദേഹം ഒറ്റ ആൻസർ പറഞ്ഞു, അതെ. ഈ ഒറ്റ സിംറ്റം വെച്ചിട്ടാണ് ഡൽ ക്യാമറ സെലക്ട് ചെയ്യുന്നു. ഡൽ ക്യാമറ 1 ഡോസ് കൊടുക്കുന്നു, ആ സിംഗിൾ ഡോസ്. അത് ഇന്ന് വരെ റിട്ടേൺ ചെയ്തു. കാരണം ഇത് തന്നെയാണ്, ഇയാള് സെൽഫ് മെയ്ഡ് ആണ്. മാത്രമല്ല ഹി ഡിമാൻഡ് റെസ്പെക്ട്, ഹി ഡിമാൻഡ് റെക്കഗ്നീഷൻ. അതാണ് അതിന്റെ സിംറ്റം. That one psoriasis. ക്രോണിക് സോറിയാസിസ് ആണ്. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വരുമ്പോൾ ഏതാണ്ട് 65 വയസ്സ്. അപ്പം ആദ്യം ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ചികിത്സ തേടിയിരുന്നു. അവിടെ വെച്ച് ഇത് വളരെ വഷളായി കഴിഞ്ഞാൽ പൊട്ടി വിളിക്കാൻ. അവരെന്ത് ചെയ്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് സ്കിൻ വിഭാഗത്തിലേക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മോളുടെ കല്യാണകത്താണ് കുറച്ച്. അപ്പൊ അവിടെ പോയി വീണ്ടും ഇത് ആയിക്കഴിഞ്ഞാൽ കല്യാണമൊക്കെ പങ്കെടുക്കാനൊക്കെ വിഷമമായിരിക്കും. അത് തന്നെയല്ല, ഈ നിശ്ചയിച്ചിരിക്കുന്ന ചെക്കൻ വിദേശത്ത് എവിടെയാണ്, ആർക്ക് പോകുന്നു. പിന്നെ അത് അലസിപ്പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നം. ഏതെങ്കിലും ഒരു മോഡേൺ മെഡിസിൻ്റെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാം എന്നുള്ള ഇതിൽ ഈ പശ്ചിമകൊച്ചിയിൽ തന്നെ പ്രസിദ്ധനായ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടു. പക്ഷെ അദ്ദേഹം ഇത് കണ്ടുടനെ ഇരിക്കാൻ പോലും സമ്മതിച്ചില്ല. നിങ്ങളെ അങ്ങോട്ട് റെഫർ ചെയ്തില്ലേ, സ്ഥലം വിട്ടാണോ, മരുന്ന് കൊടുക്കാനോ നോക്കാനോ നിന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം പേടിച്ചു പോയി. അങ്ങനെ ഫോർട്ട് കൊച്ചി ചെന്ന് വേറൊരു ഹോമിയോ ഡോക്ടറെ കണ്ട് ഇന്ന പോലെയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അദ്ദേഹം പറയും, ഇങ്ങനെ ഡോക്ടർ ജെയിംസിനെ പോയി കണ്ടു നോക്ക്, എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഏതായാലും അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള പഥ്യങ്ങളും കാര്യങ്ങളും യോഗയും എല്ലാം പറഞ്ഞു കൊടുത്തു. അയാൾ അതുപോലെ ചെയ്തു. അയാൾക്ക് സുഖമായി. ഇപ്പൊ 7 വർഷം കഴിഞ്ഞു മരുന്ന് നിർത്തിയിട്ട്. ഇനി ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അയാൾക്ക് സെലക്ട് ചെയ്ത മരുന്ന് സെലിനിയം. അപ്പോൾ ഒരു സംശയം ഉണ്ടാക്കി, എന്തുകൊണ്ട് സെലിനിയം സെലക്ട് ചെയ്തു? എത്രയോ മറ്റു മരുന്നുകൾ സോറിയാസിനുണ്ട്, അപ്പൊ സെലിനിയം സെലക്ട് ചെയ്യുന്ന കാര്യം. ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്. ആ ഹിന്ദു ആചാരപ്രകാരം ഒത്തിരി പ്രശ്നങ്ങൾ വെച്ച് നോക്കുകയും ഒത്തിരി നേർച്ച കാഴ്ചകൾ നടത്തുകയും ഒരു സർപ്പത്തിന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാം പല പ്രാവശ്യം പോവുകയും ചെയ്തു. ലാസ്റ്റ് ഇയാൾ നിരാശനാകുന്നു. ഇത് നമ്മുടെ ഒരു ശിക്ഷയാണ്, അതല്ലെങ്കിൽ വിധി എന്നുള്ളതല്ല, വിധിക്കപ്പുറം പൂർവികരുടെ
പാവത്തിൻ്റെതോ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത പാവത്തിൻ്റെയോ ഒരു ശിക്ഷയാണ്. അപ്പം അങ്ങനെ ഒരു ശിക്ഷാവിധി അല്ലെങ്കിൽ ദൈവ കോപം നമ്മുടെ മേൽ കിടക്കുകയാണ്. അങ്ങനെ ഒരു ധാരണ ഇയാൾക്കുണ്ട്. അതിന് അബ്ജക്റ്റ് ഡെസ്പയർ എന്നാണ് ഇത് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന പദം, അബ്ജക്റ്റ് ഡെസ്പയർ. അതേസമയത്ത് ആസിഡ് പോസിന് കൊടുക്കുന്ന സെറ്റിൽഡ് ഡെസ്പയർ എന്നാണ്. കാരണം അത് അയാൾ പിടിച്ചു നിൽക്കുകയാണ്, ഇത് തന്നെയാണ് എൻ്റെ വിധിയാണെന്നുള്ള ഒരു ധാരണയാണ്. മറ്റത് അതല്ല, ഒരു ദൈവ കോപം എൻ്റെ മേൽ വീണിരിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അയാൾ നിൽക്കുന്നത്. ഈ ഒരു വിശ്വാസമാണ് ഈ സെലിനിയം സെലക്ട് ചെയ്യാൻ പേരിപ്പിക്കുന്നത്. സെലിനിയത്തെയാണ് നിൽക്കുന്നത്. ഇപ്പം 7 വർഷത്തോളം കഴിഞ്ഞു ചികിത്സ നിർത്തിയിട്ട് ഇതുവരെ അത് റിട്ടേൺ ചെയ്തിട്ടില്ല. 3 വർഷം കൂടെ അയാളങ്ങ് നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ റിട്ടേൺ ചെയ്യില്ല, പരിപൂർണ്ണ സുഖം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഭക്ഷണം, യോഗ ഇതെല്ലാം ശരിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് അത് പരിപൂർണമായിട്ട് മോചനം, സോറിയാസിന് മോചനം കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അയാൾക്ക് സോറിയാസിന് മാത്രമല്ല, സോറിക്ക് ആർത്രൈറ്റിസ് കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ഇത് ഏത് പൊട്ടൻസിയ കൊടുത്തതെന്ന്? ആദ്യം 200 സെലേനിയം സെലീനിയം പൊട്ടൻസി 200 തുടങ്ങി. ാണ് തുടങ്ങിയത്. പിന്നെ ഒരു അലോപേഷ്യ ഏരിയറ്റ കാണിക്കാം. കണ്ടോ? ഇത് നിലമ്പൂരുള്ള ടീമാണ്. നിലമ്പൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. അവിടെ അവർ സ്റ്റീറോയിഡ് കൊടുത്ത് നാശപൂശ. എൻ്റെ അടുത്ത് വരുമ്പോൾ വെബ്ഡ് നെക്കാണ്. വെബ്ഡ് നെക്ക്, മോൺ ഫേസ്, പിന്നെ തലമുടിയില്ല. പല ഭാഗത്തും ഇങ്ങനെ അലോപേഷ്യ ഏരിയറ്റാണ്. അറിയാലോ, ഓട്ടോമോണ്ടിസ്. അതിപ്പോ ആ വെബ്ഡ് നെക്കെല്ലാം മാറി നെക്കെല്ലാം ഒതുങ്ങി ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ തലയുടെ പ്രത്യേകത കണ്ടായിരുന്നു. അത് ശരിക്കും ഒരു സിഫിലിറ്റിക് ആണ് ആ കൊച്ചിൻ്റെ ഹെഡ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുത്ത സിഫിലിനം തന്നെ. കൊച്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നാട്രമൂറൽ. ഇപ്പം നിൽക്കുന്ന നാട്രമൂറൽ. അതിലെ മുടിയൊക്കെ വന്നു തുടങ്ങി. ആ സ്കിന്നിൻ്റെ കളറൊക്കെ നോർമലിലേക്ക് വന്നു തുടങ്ങി. ഈ കഴുത്തിൻ്റെ ഷേപ്പൊക്കെ നോർമലിലേക്ക് വരുന്നു. അപ്പം ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞതാണ്, ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം, ഓട്ടോഇമ്യൂൺ ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സ്ട്രോങ്. എന്തെങ്കിലും സംശയം വീണ്ടും ഉണ്ടെങ്കിൽ ചോദിക്കാം. സിഫിലിനും ടാട്രമോണിന്റെയും പൊട്ടൻസി എന്ന് പറയാം സാറേ. CM പൊട്ടൻസി. സിഫിലിനും CM. ആ, കൊച്ചി മട്ടാഞ്ചേരി സ്വദേശിനിയാണ്. 4 വർഷം മുമ്പ് ഞങ്ങളുടെ അച്ഛന് പനിയും തൊണ്ടവേദനയും തലനീരിറക്കമൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തൊണ്ടവേദന വളരെയധികം കൂടുകയും ഭക്ഷണം ഇറക്കാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറിന്റെ തുടർന്നുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആണോ എന്നുള്ള ഒരു സംശയം ഡോക്ടർ ഞങ്ങളോട് പ്രകടിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോക്ടറും കുടുംബ സുഹൃത്തും കൂടിയായ ഡോക്ടർ രേണുവിനെ ചെന്ന് കാണുന്നത്. അങ്ങനെ ഡോക്ടർ രേണു ആണ് ഡോക്ടർ ജെയിംസ് പോളിനെ കുറിച്ച് ഞങ്ങളോട് പറയുകയും അദ്ദേഹത്തിനെ ചെന്ന് കാണാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. അന്ന് തന്നെ ഞങ്ങൾ അച്ഛനുമായിട്ട് ഡോക്ടറിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പരിശോധനയിൽ തൊണ്ടയിൽ ക്യാൻസർ എന്നുള്ള ഒരു അസുഖത്തിന്റെ ആദ്യഘട്ടം ആണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. പിന്നീട് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സ തുടങ്ങി. വെറും 2 മാസത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ആ ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കാൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് വളരെ കുറച്ചു കാലത്തെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി ഭേദമാവുകയും തന്നെ ചെയ്തു. ഇപ്പൊ 77 വയസ്സുള്ള അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഞാൻ മട്ടാഞ്ചേരിയിൽ താമസിക്കുന്നവരാണ്. എനിക്ക് ഒരു 5 കൊല്ലം മുമ്പ് സോറിയാസിസ് എന്ന രോഗം വന്നു, ത്വക്ക് സംബന്ധമായ രോഗം വന്നിരുന്നു. അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദിക് മരുന്ന് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയുണ്ടായത്. തുടർന്ന് അലോപ്പതി ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങനെ മരുന്ന് കൊടുക്കാൻ തന്നെ പറഞ്ഞു വിടുകയുണ്ടായത്. ഫോർട്ട് കൊച്ചിയിലെ ഒരു പരിചയമുള്ള ഡോക്ടർ ഹോമിയോ ഡോക്ടറെ കണ്ട് അദ്ദേഹമാണ് എന്നെ ഡോക്ടർ ജെയിംസ് പോളിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ മരുന്ന് കഴിച്ചു പോകുമ്പോൾ എൻ്റെ അസുഖങ്ങൾ ഒരു നല്ല അസുഖം മാറ്റം വന്നിട്ടുണ്ട്, വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. സോറിയാസിസ് വന്നിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാതെ ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ദൈനംദിന കാര്യങ്ങളൊക്കെ ഞാൻ മട്ടാഞ്ചേരിയിലാണ്. എൻ്റെ വീട് കലൂർ കത്തിരക്കടവിലാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കാഴ്ച കുറയുന്നൊരു അസുഖമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിരുന്നു, മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ ജെയിംസ് പോളിനെ കാണാനിടയായത്. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഡോക്ടറിൻ്റെ മരുന്ന് ഞാൻ വർഷങ്ങളോളം കഴിച്ചു. ഇടയ്ക്ക് ഞാൻ വൈറ്റിലെ രഞ്ജിനി ഐ കെയർ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് വേണ്ടി പോകുമായിരുന്നു. 24ാം വയസ്സിൽ എൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർ ജെയിംസ് പോളിൻ്റെ തുടർച്ചയായ മരുന്നിൻ്റെ ഫലപ്രദമായി എൻ്റെ കാഴ്ച കുറയുന്ന അസുഖം പൂർണ്ണമായി മാറി. ഇപ്പൊ ഞാൻ ബൈക്കും കാറും ഓടിക്കുന്നു. എഴുതാനും വായിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. അത് ഒപ്റ്റിക് അട്രോഫി ആയിരുന്നു. ഒപ്റ്റിക് അട്രോഫി. മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാനില്ല. അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇയാളുടെ മെഡിസിൻ നക്സോമിക് ആയിരുന്നു. നക്സോമിക്ക. നക്സോമിക്ക മാത്രമേ കൊടുത്തോളൂ? എന്തെങ്കിലും അക്യൂട്ട് റെമഡി അല്ലെങ്കിൽ തുടക്കം മുതൽ ടിപ്പിക്കൽ നക്സ് തന്നെയായിരുന്നു. നക്സ് അറിയാല്ല, ഒരു സിനിക്കാണ്, ഒരു ഡിസൊബീഡിയന്റ് ആണ്. അങ്ങനെയുള്ള മെന്റൽ സിംറ്റം ആണ് മെയിനായിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും സാറിന്റെ ക്ലാസ് കഴിഞ്ഞോ? അതെ, ഇനി സാറിന് പറയാനുണ്ട്. അല്ല, എന്തെങ്കിലും ചോദിക്കാം. സമയം ഓക്കെ, അപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ടാവും? 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പോ സാറിന്റെ ക്ലാസ് ഏകദേശം കഴിയാറായെന്നാണ് സാർ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സും എന്നത്തെയും പോലെ തന്നെ വളരെ പ്രയോജനമുള്ള ക്ലാസ് ആയിരുന്നു. സാറ് ക്യാൻസറിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വേറെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു ഭാഗ്യം സാറിന് കിട്ടി. അത് വലിയ കാര്യം. ആ പേഷ്യന്റിന്റെ ഭാഗ്യവും സാറിന്റെ ഭാഗ്യവും എന്ന് വിചാരിക്കാം. അപ്പൊ ഇനി അതാണ് നിലവിൽ 2 ലിവർ ക്യാൻസർ ഉണ്ട്, ഒരു സ്റ്റൊമക് ക്യാൻസർ ഉണ്ട്, ഒരു മൾട്ടിപ്പിൾ മൈലോമ നിലവിലുണ്ട്. ഫ്രഷ് ആണ്, അതാണ് പറയുന്നത്. അതാണ്. അപ്പം ചികിത്സിച്ച് കുളമാക്കിയിട്ടില്ല. ഈ തരത്തിലുള്ള രോഗങ്ങൾ ഹോമിയോപ്പാത്തിക്കാരെ തേടി വന്നു തുടങ്ങി. അതാണ്
ആസ് അപ്പം വലിയ ഒരു തെളിഞ്ഞ ഒരു ഹൊറിസോൺ ആശുപത്രിക്കാർക്ക് കിടക്കുകയാണ്. തെളിഞ്ഞ ഒരു ഭാവി പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ക്യാൻസറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളെ കുറിച്ചോ ഇന്ന് പറഞ്ഞു തന്ന ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് ചോദിക്കാം. ഒരു ഡിസ്കഷന്റെ സമയമാണ്. ഓരോരുത്തർ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ പലർക്കും ചോദിക്കാനുള്ള അവസരം കിട്ടും. താമസിക്കരുത്. ഡോക്ടർ പങ്കജവല്ലി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാമോ പങ്കജവല്ലി? ഓക്കെ, ചോദിച്ചോളൂ. സാറേ, വീഡിയോ ഒരു സംശയം ചോദിക്കാനുള്ളത്, മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് ചികിത്സയ്ക്ക് വന്നവരെ സിംറ്റംസ് എന്തൊക്കെയാ കാണിച്ചിരുന്നത്? പിന്നെ മെഡിസിൻ തുടക്കത്തിൽ എന്താ കൊടുത്തേ സാറ്? ആ പേഷ്യന്റിന് ഒന്ന് പറയാവോ? ഫ്രഷ് കേസ് എന്ന് പറഞ്ഞല്ലോ, ഫ്രഷ് കേസാണ്. ഫ്രഷ് കേസ് ആണ്. മൈലോമ എന്ന് പറയുന്നത് പ്ലാസ്മ സെൽസ് അനധികൃതമായിട്ട് വർദ്ധിക്കുക എന്നുള്ളതാണ്. പ്ലാസ്മ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഫസ്റ്റ് കിഡ്നി ഫെയിലർ ആണ്. ആദ്യം കാണിക്കുന്ന സിംറ്റം അവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ മാത്രമല്ല ഈ എല്ലിന്റെ എല്ലാം കട്ടി കുറയും. അപ്പം വെറുതെ അങ്ങനെ ഒടിഞ്ഞു പോകും. ചിലപ്പോൾ വെറുതെ ഒന്ന് കാല് സ്ലിപ്പായാൽ മതി, ഒടിഞ്ഞു പോകും. കാരണം ഇതിന്റെ ഇന്റൻസിറ്റി കുറയുകയാണ്. എല്ലിന്റെ ഇന്റൻസിറ്റി കുറയും. അതും വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ എക്സ്റേ കാലിന്റെ ആണ് സ്കള്ളിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ട പോലെ കാണും. കാരണം ആ ഭാഗത്തുനിന്ന് കാൽസ്യം മോബിലൈസ് ചെയ്ത് പോകുന്നതാണ്. ശരിക്കും നല്ല കട്ടിയുള്ള അസ്ഥി എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും അവിടുന്ന് മോബിലൈസ് ചെയ്തു, അസ്ഥിയുടെ കാഠിന്യം കുറയാന്നുള്ളത്. അപ്പം ഭയങ്കരമായ വേദന, ബേണിങ് പെയിൻ അസ്ഥിക്കുണ്ടാവും. കാലിന് ഉള്ളംകാല് പോച്ചിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ആ പേഷ്യന്റിന് കൊടുക്കുന്നത് പൾസാറ്റിലാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനും വെള്ളം കോരി വെച്ചോണ്ടിരിക്കും കാലിന് മുട്ടിന് താഴോട്ട്. മുട്ടിന് താഴോട്ട് വെള്ളം, തണുത്ത വെള്ളം കോരി വയ്ക്കും. ഓ, ബേണിംഗ് പെയിൻ. താങ്ക് യു സാർ, അറിയാൻ പറ്റിയത് വലിയ സന്തോഷം. ഓക്കെ പങ്കജവല്ലി. ശൈല. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ചോദിക്കാനുണ്ടോ? ഒന്ന് ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്ത് പെട്ടെന്ന് ചോദിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. ബിനോയ് ഡോക്ടറെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്ത് പറയുന്നു? നല്ല അഭിപ്രായമാണ് ക്ലാസ്സിനെ പറ്റി. അഭിപ്രായം പറയുന്നതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡോക്ടർ, ത്രോട്ട് ക്യാൻസറിന് ഹീൽ ചെയ്ത ഒരു കേസ് പറഞ്ഞല്ലോ, അതിനെന്ത് മെഡിസിനും പൊട്ടൻസിയാണ് കൊടുത്തത്? ഫസ്റ്റ് കൊടുത്ത കുപ്രമേറ്റ് ആണ്. ഓക്കെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ മോബിലൈസേഷൻ ഒക്കെ നിന്നുപോയിരുന്നു. ഓക്കെ. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ ഏതെങ്കിലും മെഡിസിനോട് ആഡ് ചെയ്തോ? പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെ ടിപ്പിക്കൽ കൽക്കരിയക്കാർക്ക്. ഓക്കെ. ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് ആണ് പറഞ്ഞു തന്നത്. അത് വളരെ വൈഡ് റേഞ്ച് ഓഫ് കേസാണ് അഡ്രസ് ചെയ്തത്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. അതുകൂടാതെ ഹോമിയോപ്പതിയുടെ വാല്യൂ എന്താണ് ഡോക്ടർ വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ട് മെഡിസിൻസും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു വെരി മച്ച്. ഐ എം ഷുവർ ഇറ്റ് വിൽ ഹെൽപ്പ് എവരി വൺ, ആൻഡ് it will help heal lot of medical cases, and the cancer cases you mentioned many, and I think people should know about it, and we need to make sure people are coming to us early, not at the end, the fifth stage. Like if we get a case early, I'm definitely sure homeopathy practitioners can heal them. Thank you very much, doctor. It was a very wonderful session. ഓക്കെ, വളരെ സന്തോഷം ബിനോയ് ഡോക്ടറെ. അപ്പൊ ഇതുപോലെ ഇനിയും ഓരോരുത്തർ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. വിവോ, എനിക്കൊന്ന് വൈദ്യര ഡോക്ടറാണെന്ന് തോന്നുന്നു. വൈദ്യര ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം.
ആ അൺമ്യൂട്ട് ചെയ്ത് നോക്ക് ഡോക്ടറെ. പറ്റുന്നില്ലേ? ഒന്നുകൂടെ നോക്കിക്കേ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. ആ ആ ഹലോ, ആ ഒരു കേൾക്കുന്നുണ്ടല്ലോ. കേക്കാം. ആ ജെയിംസ് പോളിന്റെ സാറിന്റെ ക്ലാസ് കേൾക്കാനിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. പലപ്പോഴും കഴിഞ്ഞ സാർ ഒരുപാട് പതോളജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിയറി ഒരുപാട് പറഞ്ഞു പോകുന്നു, ബോറടിച്ച് പോകുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെ കേസ് പ്രസന്റേഷൻ വളരെ ഭംഗിയായിരുന്നു. സാർ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സാറ് പറയുന്ന കാര്യത്തിന്റെ പിന്നിലെ വെറും ചളുവായി ഇതൊന്നുമല്ല, എല്ലാം ബേസിക്കായിട്ട് കാര്യങ്ങളുണ്ട്. അതിന്റെ പതോളജിയും കാര്യങ്ങളെല്ലാം ആഴത്തിൽ പറഞ്ഞു തരാൻ ശക്തിയുള്ള ഒരാളാണ്, കഴിവുള്ള ഒരാളാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ സാധാരണ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നോ? അയ്യോ അല്ല, എന്റെ ഒരുപാട് സീനിയറാണ് സാറേ, ഒരുപാട് സീനിയറാണ്. അപ്പോൾ രണ്ടാമത് നമ്മളൊക്കെ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ സാറ് അതെല്ലാം മോഡേൺ മെഡിസിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ ഒരുപാട് നൂറുകണക്കിന് കേസുകൾ കണ്ട് അതിന് അപ്പുറമായിട്ട് ഹോമിയോപ്പതി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിന്റെ കേസുകൾക്ക് വളരെ വലിയ വിലയുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ആഴത്തിൽ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. സാറിന് ഷെയർ ചെയ്തതിൽ വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ വൈദ്യര് ഡോക്ടറെ. സാറ് ഈ ഓരോ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിശയം. തൊണ്ട ക്യാൻസറിന് സാർ കുപ്രോമെറ്റ് ആണ് കൊടുത്തതെന്ന് പറയുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ എന്തെങ്കിലും ഈ കുപ്രോമെറ്റ് ആണ് തോന്നി ഇത് ക്യാൻസറിന് കൊടുക്കൂ, ക്യാൻസറിന് അല്ലെങ്കിൽ ഇത് കൊടുക്കാമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പോളിക്രസ്റ്റ് ആണ് കുപ്രോമെറ്റ് എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കുപ്രോമെറ്റിലൊന്നും നിൽക്കൂല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അതാണ് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. സാർ എന്തായാലും സാർ കറക്റ്റായിട്ട് തോന്നുന്ന മെഡിസിൻ കൊടുക്കുന്നു, അത് ക്യൂർ കിട്ടുന്നു. അത് വളരെ എന്താണ് ആ പ്രാക്ടീസ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ല, നേരത്തെ ഞാനിവിടെ വേറെ ഇത് പറഞ്ഞായിരുന്നു. മെഡിക്കൽ കോളേജുകാരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകാരെ ഞെട്ടിച്ചൊരു കേസുണ്ടായിരുന്നു. ഞാനിവിടെ നേരത്തെ പ്രസന്റ് ചെയ്തതാണ്. അതായത് പഴയ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല, സ്റ്റേറ്റ് ലീഡറായിരുന്നു ഹരിദാസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു, ഈ ബന്ധുവിന്റെ മക്കളും മരുമക്കളായിട്ട് 3 പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ്. ഇപ്പം ഇങ്ങേർക്ക് മാസം ഇഡിയോപ്പതിക് പൾമണറി ഇഡിമ ഡെവലപ്പ്. അപ്പം ഈ വെളുത്തവാവിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ അഡ്മിറ്റ് ചെയ്യും. വെളുത്തവാവിൻ്റെ അന്നാണ് ഇത് പീക്കാകുന്നത്. വെളുത്തവാവിന് പിറ്റേ ദിവസം മുതലേ കുറയും. ഇത് തന്നെയാണ് റിപ്പീറ്റ്. എല്ലാ മാസവും ഈ വെളുത്തവാവിന് 2-3 ദിവസം മുമ്പ് അഡ്മിറ്റ് ആകുകയാണ് മെഡിക്കൽ കോളേജിൽ. ഈ 2-3 പേരുള്ളത് കൊണ്ട് അവിടെ ബെഡ് എപ്പോഴും റെഡി. ഈ കേസാണ് യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ന്യൂമാക്കി ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കേസ് വരുന്നത്. ഞാനും ഇതനുസരിച്ച് ഫുൾ മൂൺ അഗ്രവേഷൻ കൽക്കരി കാർബും, അത് കഴിഞ്ഞ് ന്യൂ മൂൺ അഗ്രവേഷൻ വരാവുന്ന അലൂമിന ഇതൊക്കെ കൊടുത്തിട്ട് എവിടെയൊക്കെ ഒരു രക്ഷയില്ല. അത് അതേപോലെ വന്നിട്ടുണ്ട്. അവസാനം 2 മാസം കഠിനാധ്വാനം ചെയ്താണ് അതിൻ്റെ കറക്റ്റ് മെഡിസിനിലേക്ക് എത്തിയത്. മറ്റൊന്നുമല്ല, ആർണിക്ക. ഇതാണ് സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ. സിംറ്റംസ് ഗോസ് വിത്ത് ദ മൂൺ. കാരണം ആ മൂൺ ഫേസ് അനുസരിച്ചാണ് ഇങ്ങനെയുടെ ഏറ്റക്കുറച്ച്. ആർണിക്കയർ എന്ന ടിപ്പിക്കൽ മെഡിസിൻ, ആ രോഗം ഭേദമായത് കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഓക്കെ, വളരെ സന്തോഷം സാറേ. നമുക്ക് ഏകദേശം സമയവും കഴിയാറായി. മറിയാമ്മ ഡോക്ടർ ഇടയ്ക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. മറിയാമ്മ ഡോക്ടർക്ക് ചോദിക്കാനുള്ള ചോദിക്കാം, ഒപ്പം നന്ദിയും പ്രകാശിപ്പിക്കാം. ഞാൻ ചോദിക്കാൻ നിർദ്ദേശിച്ചത്, സാറിന്റെ കേസ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് സാറ് അവരുടെ കൂടുതൽ ആ മെന്റൽ സിംറ്റംസ് എടുത്തിട്ട് ഒരു മെഡിസിനിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അത് നമുക്ക് അറിയാത്ത രീതിയിലുള്ള മെന്റൽ സിംറ്റംസുമാണ്. അപ്പം സാറ് ഞങ്ങൾക്ക് അതുപോലൊരു ക്ലാസ്സും കൂടെ എടുത്തു തരുമോ എന്നൊന്ന് ചോദിക്കാനായിരുന്നു ഞാൻ റൈസ് ചെയ്തത്.
ഓരോ മെഡിസിനും പർട്ടിക്കുലറായിട്ട് സാർ കണ്ടുപിടിക്കാൻ ഏത് മെഡിസിനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ സെലീനിയത്തിന്റെ തന്നെ സാർ അങ്ങനെ പറഞ്ഞു തന്നു. നമ്മളാരും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യന് വന്നു. പാപം കൊണ്ടാണ്. ഒരിക്കൽ പറഞ്ഞായിരുന്നു മെട്രിയ മെഡിക്ക നമ്മൾ 3 തരത്തിൽ വായിക്കണം. ഒന്ന്, റീഡ് ത്രൂ ദ ലൈൻ, റീഡ് ബിറ്റ്വീൻ ദ ലൈൻ, റീഡ് ബിയോണ്ട് ദ ലൈൻ. അപ്പൊ ആ ബിയോണ്ട് ദ ലൈൻസിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ഏത് മെറ്റീരിയൽ മെഡിക്കൽ പണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എല്ലാം വായിക്കണം മാഡം. ഒരു സാധാരണ ഈ ബോർക്കിലും ഇതില് കീനോട്സിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. നമ്മള് പാരിങ്ടണും കെന്റും പറ്റുമെങ്കിൽ അതിന്റെ പ്രൂവിങ്സും ഒക്കെ വായിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഞാൻ പറഞ്ഞില്ല ബിയോണ്ട് ദ ലൈൻസിലുള്ള സംഗതികൾ കയറി. അപ്പോഴാണ് നമുക്ക് ആ ശരിക്കും ഒരു ആ ഡ്രഗിന്റെ ഒരു പോർട്രേറ്റ് നമുക്ക് കിട്ടുന്നത്, മനസ്സിൽ കിടക്കുന്നത്. എന്തായാലും വളരെ അത്ഭുതമാണ് സാറേ. വിശ്വസിക്കാൻ പോലും പറ്റാത്ത കേസുകൾ. അതിന്റെ കൂടെ സാറിന് പ്രത്യേകം ഈ ഡയഗ്നോസിസിലും നല്ലൊരു കഴിവുണ്ട്. അതും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കൃത്യമായ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താനുള്ള കഴിവ് സാറിന്റെ എല്ലാം വളരെ വളരെ അതിശയകരമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇന്ന് ഇത്രയും നല്ലൊരു ക്ലാസ്, വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കേസുകൾ പ്രസന്റേഷൻ നടത്തിയതിൽ ജെയിംസ് പോൾ സാറിന് വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സായിട്ട് സാർ ഇതുപോലെ വരണം. അത്രയും മെഡിസിൻ്റെ സിംറ്റംസ് എങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. വായിക്കാനുള്ള ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത്രയെങ്കിലും സാറ് നമുക്ക് മനസ്സിലാക്കി തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് സാറേ. കൂടുതൽ കേസുമായിട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, പറയാം ഡോക്ടർക്കും പ്രത്യേകം നന്ദി. എന്തായാലും 2150 ദിവസം വളരെ നല്ലൊരു ക്ലാസ്സോട് കൂടി ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.